40 സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ ഉൽക്കർ സാർ? ഉൽക്കർ സാർ കേൾക്കുന്നുണ്ടോ? ഷൈ സർ കേൾക്കുന്നുണ്ട്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ. കണ്ടിന്യൂ. ഷൈ സാർ, സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അറ്റൻഡീസ് ആയെങ്കിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. 48 പേര് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. 12:30 ആണ്. Hi all, welcome to the starting session of Instrumentation Engineering online tutorials. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ ഇൻസ്ട്രുമെന്റേഷൻ വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രുമെന്റ്. ഷൈ സാർ, എനിക്ക് സ്പീച്ച് കേൾക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഇന്നിവിടെ തേർഡ് സെമസ്റ്റർ ഇൻസ്ട്രുമെന്റേഷൻ വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഡ്യൂസർ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് Ulkarsh.S.R, ലെക്ചറർ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് GWPTC കോട്ടക്കൽ ആണ്. സാറിന് 8 വർഷത്തെ BSNL ടെക്നിക്കൽ എക്സ്പീരിയൻസും 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അവസാനത്തേക്ക് കാത്തു നിൽക്കണ്ട. സംശയം വരുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സെഷൻ സാറിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഉൽക്കർ സാർ, ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, ഹായ് ഓൾ, എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഉൽക്കർഷ്. ഞാൻ GWPTC കോട്ടക്കൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇന്ന് നമ്മുടെ സിറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന പേപ്പർ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ തേർഡ് സെമസ്റ്റർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കോർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് പേപ്പർ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിന്റെ സബ്ജക്ട് കോഡ് വന്ന് 3214 ആണ്. ഈ കോഴ്സിന് സംബന്ധിച്ചിടത്തോളം ഇത് 4 മോഡ്യൂൾ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എൻ്റയർ സിലബസിനെ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ വന്ന് ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. സെക്കൻഡ് മോഡ്യൂൾ വന്ന ട്രാൻസ്ഡ്യൂസറിന്റെ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മോഡ്യൂൾ എല്ലാം നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയുമാണ്. സെക്കൻഡ് മോഡ്യൂൾ വന്ന ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. തേർഡ് മോഡ്യൂൾ വന്ന കപ്പാസിറ്റൻസ്, പീസോ ഇലക്ട്രിക് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. ഫൈനൽ മോഡ്യൂൾ, ദ ഫോർത്ത് മോഡ്യൂൾ വന്ന റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ആൻഡ് സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഹോൾ സിലബസിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടോപ്പിക് ഫസ്റ്റ് മോഡ്യൂളിന്റെ ബേസിക് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സെഷനാണ് ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് മോഡ്യൂളിന് നമുക്കറിയാം നമ്മുടെ എല്ലാ പേപ്പേഴ്സിനും ഒരു കോഴ്സ് ഔട്ട്കം ഉണ്ട്. അതായത് ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് അക്യൂർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിന്റെ കോഴ്സ് ഔട്ട്കമായിട്ട് 2 പോയിന്റ്സ് ആണ് ഉള്ളത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. രണ്ടാമത്തത് ടു കോംപ്രിഹെൻഡ് ദ വർക്കിംഗ് ഓഫ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ഈ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഒരു ടൈപ്പ് ആയ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ വർക്കിംഗ് നിങ്ങൾ നല്ല ഫെമിലിയർ ആയിരിക്കണം. സോ നമ്മുടെ ആദ്യത്തെ CO1 ആയ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ അകത്ത് ഇത്രയും സബ് ടോപ്പിക്സ് ആണ് ഉള്ളത്. ആദ്യം നമ്മൾ ട്രാൻസ്ഡ്യൂസറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, വാട്ട് ഈസ് മെൻ ബൈ എ ട്രാൻസ്ഡ്യൂസർ. സെക്കൻഡ് ടോപ്പിക് വന്ന് ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ. ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ പല ടൈപ്പിലുണ്ട്. ബട്ട് ആസ് പെർ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് 2 ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി, ആക്റ്റീവ് ആൻഡ് പാസീവ്.
അനലോഗ് ആൻഡ് ഡിജിറ്റൽ, ഇങ്ങനെയുള്ള 2 ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമ്മുടെ അടുത്ത ടോപ്പിക്ക് വന്ന് സെൻസർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ, ഒരു കമ്പാരിസൺ അപ്രോച്ച്. ലാസ്റ്റ് ടോപ്പിക്ക് വന്ന് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ഫിസിക്കൽ എക്സാമ്പിളോടുകൂടിയുള്ള ഒരു കമ്പാരിസൺ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കോഴ്സിന് ഒരു പ്രീ റിക്വസ്റ്റ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു അറിവ് എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന ബേസിക് ഇൻസ്ട്രുമെന്റേഷൻ, നിങ്ങൾ എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് എന്തുവാണെന്നോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിക് എറ, ഡൈനാമിക് എറ, ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുക. ഫോർ ദ ടൈം ബീങ് നമുക്ക് എപ്പോഴെല്ലാം നമ്മുടെ ബേസിക് കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ടി വരുമോ മാക്സിമം ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ സെഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് ചാറ്റ് ബോക്സിലിട്ട് ചോദിക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ദ ഫസ്റ്റ് ടോപ്പിക് വന്ന് ദ ബേസിസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ആക്ച്വലി എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ, എവിടെയാണ് നമുക്ക് ആ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നതാണ് നമ്മുടെ മെഷർമെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന ടോപ്പിക്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഫങ്ഷണൽ എലമെന്റ്സ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 3 എലമെന്റ്സ് ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാം. പ്രൈമറി എലമെന്റ്, ഇന്റർമീഡിയറ്റ് മീൻസ് എൻഡ് ഡിവൈസ്. അപ്പൊ നമ്മളെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഫിസിക്കൽ പാരാമീറ്റർ, പ്രഷർ ആകാം, ടെമ്പറേച്ചർ ആകാം, ഹ്യൂമിഡിറ്റി ആകാം, pH ആകാം, ഇതുപോലുള്ള ഫിസിക്കൽ ഫിനോമിനൻസിനെ മെഷർ ചെയ്ത് അത് ഒന്നുകിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ വാല്യൂന്റെ മാഗ്നിറ്റ്യൂഡ് എന്തുവാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് തരാം. അല്ല എങ്കിൽ നമുക്ക് അതൊരു ഓട്ടോമൈസ് ചെയ്യപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ കൺട്രോളിങ് ആക്ഷന് വേണ്ടിയിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള പർപ്പസുകളെല്ലാം ചെയ്യുന്ന നമ്മുടെ പ്രൊഫഷണൽ എക്യുപ്മെന്റ്സ് ആണ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെഷർമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രോസസ്സിന് ഇപ്പൊ നമ്മളൊരു ഒരു പ്രോസസ്, ഒരു ബോയിലർ പ്ലാന്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ആ ബോയിലർ പ്ലാന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന മേജർ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ആകാം, ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂയിഡ്, അത് എയർ ആകാം, ഫ്ലൂയിഡ് ആകാം, അതിന്റെ പ്രഷർ ആകാം. അപ്പൊ ഇതുപോലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്ത് ഒന്നുകിൽ നമുക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അതിനൊരു സെൻട്രലൈസ്ഡ് ഓട്ടോമൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പ്രോസസ് പാരാമീറ്റേഴ്സ് ആണോ അവിടെ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് വിളിക്കും. ടെക്നിക്കലി നമ്മൾ മെഷറാൻഡ് എന്ന് വിളിക്കും. സോ അപ്പൊ ആ മെഷറാൻഡിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് മെഷർമെന്റ് സിസ്റ്റം. അപ്പൊ അതിന്റെ പ്രൈമറി സ്റ്റേജിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് നമ്മുടെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ പാരാമീറ്ററിനെ സെൻസ് ചെയ്ത് നമുക്ക് തൊട്ടടുത്ത സ്റ്റേജുകളിലേക്ക്, അത് ചിലപ്പോൾ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റുന്ന ആളാണ് പ്രൈമറി എലമെന്റ്. ഈ ഭാഗത്താണ് മെജോറിറ്റി ആയിട്ട് നമ്മുടെ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ റോള് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിഗ്നൽ, ഇനി ബാക്കിയുള്ള ബ്ലോക്സും കൂടെ ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇത്തരത്തിൽ അത് ആ ട്രാൻസ്ഡ്യൂസർ തരുന്ന സിഗ്നൽ വീക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതിനെ ഒന്ന് സിഗ്നൽ മോഡിഫൈ ചെയ്ത് മോഡുലേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്ററി സ്റ്റേജ് ആണ് ഇന്റർമീഡിയറ്റ് മീൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അത് ഡിസ്പ്ലേ, ആ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിനെയാണ് നമ്മൾ എൻഡ് ഡിവൈസ് എന്ന് വിളിക്കുക. അപ്പൊ ഇത്രയാണ് ഒരു മെഷർമെന്റ് സിസ്റ്റത്തിൽ മെജോറിറ്റി ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ അതിൽ നമ്മളെ ട്രാൻസ്ഡ്യൂസർ ഏത് പാർട്ടിലായിരിക്കും വരിക? നമ്മുടെ പ്രൈമറി എലമെന്റ് എന്ന് പറയുന്ന പാർട്ടിലായിരിക്കും നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ആക്ട് ചെയ്യുക. സോ ബൈ ഡെഫിനിഷൻ നമ്മുടെ ട്രാൻസ്ഡ്യൂസറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ ഫോം. ഒരു രൂപത്തിലിരിക്കുന്ന എനർജി, ഇപ്പൊ പ്രഷർ അതൊരു രൂപത്തിലുള്ള എനർജിയാണ്, അതിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആക്കിയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയോ മാറ്റാൻ കഴിവുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഡ്യൂസർ. ഇതൊരു ജനറലൈസ്ഡ് ഡെഫിനിഷൻ ആണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആദ്യമായി എഴുതുന്ന പോയിന്റ് ഇത് തന്നെയാണ്. ട്രാൻസ്ഡ്യൂസർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. അപ്പൊ ട്രാൻസ്ഡ്യൂസർ എങ്ങനെ ഈ എനർജി കൺവേർഷൻ ചെയ്യുന്നു ആ പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസർ എങ്ങനെയാണോ ആ എനർജി കൺവേർഷൻ ചെയ്യുന്ന ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഡ്യൂസർ ആ എൻറ്റയർ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു 2 സ്റ്റേജ് ആയിട്ടാണ്. ആദ്യം എന്ത് ഫിസിക്കൽ പാരാമീറ്ററിനെയാണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ആദ്യം ഒന്ന് സെൻസ് ചെയ്യും,
സെൻസ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫർദർ ആയിട്ട് ഒന്ന് ആംപ്ലിഫിക്കേഷനോ എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ ഇത്രയും 2 ജോലിയാണ് ഒരു ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പോകുന്ന ടോപ്പിക്ക് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഒരു പാരാമീറ്ററിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ട്രാൻസ്ഡ്യൂസറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരു ട്രാൻസ്ഡക്ഷൻ എന്നുള്ളൊരു വാക്ക്, അതായത് ട്രാൻസ്ഡ്യൂസർ എങ്ങനെ എനർജിയെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു, ആ പ്രിൻസിപ്പിളിനാണ് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഡക്ഷന്റെ പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ, മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ, തെർമൽ ട്രാൻസ്ഡ്യൂസർ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതായത് ഔട്ട്പുട്ട് എന്ത് ഫോമിലേക്ക് ആ ട്രാൻസ്ഡ്യൂസർ തരുന്നു എന്നുള്ള പേരിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ നമുക്കൊരു 4-5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. അത് ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിസിലായിരിക്കും. ഞാൻ പറഞ്ഞു ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഡ്യൂസറിന്റെ സ്റ്റേജുകൾ, അതായത് ആദ്യം നമ്മുടെ ഇൻപുട്ട് പാരാമീറ്ററിനെ മെഷർ ചെയ്യാനിരിക്കുന്ന സ്റ്റേജിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. കുറച്ച് കഴിഞ്ഞ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ സെൻസ് ചെയ്ത സിഗ്നൽ നമുക്കുള്ള ഒരു യൂസ്ഫുൾ സിഗ്നൽ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സിഗ്നലിലേക്ക് വീണ്ടും അതിനൊന്ന് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ബട്ട് സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഇപ്പൊ നോക്കാനുള്ളൂ. ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷനും ഡിജിറ്റൽ ആൻഡ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷനും. അപ്പോ നമുക്ക് ആദ്യത്തെ ടൈപ്പായ നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. Active transducer works on energy conversion principle. It draw a certain amount of energy from the measurement and convert it into electrical signal. എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രഷറോ ടെമ്പറേച്ചറോ പോലെയുള്ള ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ആക്റ്റീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഇൻപുട്ടിലെ കുറച്ച് എനർജി റിസീവ് ചെയ്തതുകൊണ്ട് അതിന് ഇലക്ട്രിക്കൽ ഫോമായ ഔട്ട്പുട്ടിലേക്ക് തരും. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതിനെ വേറൊരു പേരും പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. ദീസ് ആർ ഓൾ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതായത് അവർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ സോഴ്സിന്റെ എയ്ഡ് ആവശ്യമില്ല. ദേ വർക്ക് ഫ്രം ടേക്കിംഗ് സം പാർട്ട് ഓഫ് എനർജി ഫ്രം ദ മെഷറാൻഡ്. നമ്മൾ എന്ത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെഷറാൻഡിൽ നിന്ന് ഒരു എനർജിയുടെ പോർഷനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് അത് നമ്മുടെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നലായിട്ട് തരും. അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഫോട്ടോവോൾട്ടൈക് സെല്ലാണ്. ഫോട്ടോവോൾട്ടൈക് സെല്ല് നിങ്ങൾ എല്ലാവരും നമ്മൾ പല ആവർത്തി കേട്ട് കാണും. ഫോട്ടോവോൾട്ടൈക് സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സെല്ലിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ബേസിക് എലമെന്റിനെയാണ് ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോവോൾട്ടൈക് സെൽ ആക്ച്വലി നമ്മൾ സോളാർ സെല്ലുകളിൽ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് എ ലൈറ്റ് ഇന്റൻസിറ്റി മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. അതായത് ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ. അപ്പൊ മോർ ലൈറ്റ് ഇന്റൻസിറ്റി ഫോൾസ് ഓൺ ദിസ് ട്രാൻസ്ഡ്യൂസർ ദ ഔട്ട്പുട്ട് വിൽ ബി മോർ. ആ ഒരു ട്രാൻസ്ഡ്യൂസർ ഞാനിപ്പോ ഇവിടെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിരിക്കും മോസ്റ്റ്ലി ഫോട്ടോവോൾട്ടൈക് സെൽസ് എന്ന് പറയുന്നത്. അതിലേക്ക് ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ്, അതിലെ ഒരു പോർഷൻ എനർജി അത് എടുത്തുകൊണ്ട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ജനറേറ്റ് ചെയ്ത് തരും. അതിനെ നമുക്ക് ഔട്ട്പുട്ട് സർക്യൂട്ടറി വെച്ച് മെഷർ ചെയ്യാം. അപ്പൊ ഇത്തരത്തില് കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എനർജിയുടെ ഒരു പോർഷൻ എടുത്ത് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ ഒരു ട്രാൻസ്ഡ്യൂസറിന് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഡ്യൂസറിനെ എന്ത് വിളിക്കും, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ആ പറഞ്ഞ വാക്കുന്ന തന്നെ നമുക്ക് പാസീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനിഷൻ ക്യാച്ച് ചെയ്യാം. എന്തായിരിക്കും പാസീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനിഷൻ? പാസീവ് ട്രാൻസ്ഡ്യൂസർ ഇറ്റ് വർക്ക്സ് ഓൺ എനർജി കൺട്രോളിംഗ് പ്രിൻസിപ്പിൾ. ഓൺ ദ അതർ ഹാൻഡ് ആക്റ്റീവ് എന്തുമായിരുന്നു, എനർജി കൺവേർഷൻ. അപ്പൊ പാസീവ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ് വർക്ക്സ് ഓൺ എനർജി കൺട്രോളിംഗ് പ്രിൻസിപ്പിൾ. ദേ നീഡ് ടു ബി എക്സൈറ്റഡ് ബൈ ഇലക്ട്രിക്കൽ സപ്ലൈ ഇൻ ഓർഡർ ടു റെക്കഗ്നൈസ് ദ മെഷർമെന്റ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് പ്രീ എനർജൈസ് ചെയ്യണം. അല്ലെങ്കിൽ അതിനൊരു വോൾട്ടേജ് സോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് കൊടുത്ത് അതിനെ എനർജൈസ് ചെയ്ത് വെച്ചിട്ട് മെഷർമെന്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിച്ചാലേ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സിന്റെ ഹെൽപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, നമ്മുടെ
90% നമ്മൾ ഇനി ആ സെഷനുകളിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സും പാസീവ് ടൈപ്പ് ആയിരിക്കും. കാരണം അതിനൊരു എക്സ്റ്റേണൽ എനർജി ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മെഷറാൻഡിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിലൊരു ടൈപ്പാണ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു റെസിസ്റ്റീവ് എലമെന്റ് ആണ്. ഈ അയൺ കോറിന്റെ അല്ലെങ്കിൽ ഈ കോറിന് ചുറ്റും നിങ്ങൾ കാണുന്നത് ഒരു റെസിസ്റ്റീവ് എലമെന്റ് ആണ്. അതിനതാ നോക്കൂ, ഒരു എനർജി സോഴ്സ് ബാറ്ററി സെൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സെല്ല് ഉപയോഗിച്ച് നമ്മൾ അതിനെ ആദ്യം ഒന്ന് എനർജൈസ് ചെയ്യും. ആ എനർജൈസ് ചെയ്ത സെല്ലിനെ ആ ട്രാൻസ്ഡ്യൂസറിന്റെ ഒരു പാർട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുക. ഈ പാർട്ടിലോട്ടാണ് ആക്ച്വലി ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത് നമ്മൾ ലീനിയർ മോഷൻ മെഷർ ചെയ്യാനായിട്ടാണ്. അതാണ്ട് ഈ അഡ്ജസ്റ്റബിൾ പോർഷൻ കാണില്ല, ഈ ഒരു നമ്മളെ മെഷറാൻഡ് കണക്ട് ചെയ്യുന്ന ഈ ഡിവൈസിനെയാണ് വൈപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നലായ നമ്മുടെ മോഷൻ കൊടുക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു മോഷൻ നമ്മൾ ഈ വൈപ്പറിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ ഈ വൈപ്പർ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യും. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദിസ് വൈപ്പർ വി വിൽ ബി ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട്. അപ്പൊ ഈ മൊത്തം ഡിവൈസിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് എനർജൈസ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു നമ്മുടെ നിങ്ങൾ KVL ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വൈപ്പർ പൊസിഷൻ താഴോട്ടാണെങ്കിൽ ലെസ് ഔട്ട്പുട്ട് വിൽ ബി ഒബ്ടൈൻ. ഇഫ് ദ വൈപ്പർ പൊസിഷൻ ഈസ് ഓൺ ദ ടോപ്പ് പൊസിഷൻ ദെൻ വി വിൽ ഗെറ്റ് മോർ ഔട്ട്പുട്ട്. നമുക്ക് മുകളിലോട്ടാണ് ആ വൈപ്പർ ഇരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തില് പ്രീ എനർജൈസ് അല്ലെങ്കിൽ എനർജി സപ്ലൈ പ്രൊവൈഡ് ചെയ്ത ഒരു ട്രാൻസ്ഡ്യൂസർ ആണിത്. അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഈ മെഷറാൻഡ് എന്ന് പറയുന്നത്, മെഷറാൻഡ് ഏതിലായിരിക്കും ആക്ട് ചെയ്യുന്ന ഈ വൈപ്പറിലോട്ട്. അപ്പൊ മെഷറാൻഡിന്റെ എനർജി ഒന്നും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഒരു ലിറ്റിൽ ബിറ്റ് ആ സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഡിങ് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അത് ഔട്ട്പുട്ട് തരുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മൾ എനർജൈസ് ചെയ്തിരിക്കുന്ന സപ്ലൈ വെച്ചിട്ടാണ്. സോ അപ്പൊ നമുക്ക് പാസീവ് ട്രാൻസ്ഡ്യൂസറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് വർക്ക്സ് ഓൺ ദ എനർജി controlling principle and they need to be excited by electrical supply in order to recognize the measurement. നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ ഉപയോഗിച്ച് എനർജൈസ് ചെയ്തിരിക്കണം. അടുത്തൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നത് നമ്മുടെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ആണ്. നമുക്ക് അതിന് മുമ്പ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ഇത്രയും പറഞ്ഞ പോർഷനിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ഷൈജു സാറിനോട് ചോദിക്കാം. ഷൈജു സാർ. കേൾക്കുന്നുണ്ട് സാർ. സാർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ സാർ? ഉണ്ട്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാമറ ഡിജിറ്റൽ ക്യാമറ ട്രാൻസ്ഡ്യൂസർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ക്യാമറ ട്രാൻസ്ഡ്യൂസർ ആണോ എന്ന് ആക്ച്വലി ആണ്. നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഡിജിറ്റൽ ക്യാമറ ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാം. കാരണം നമ്മളൊരു ഇമേജിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ ക്യാമറ എക്സാക്റ്റ് ആയിട്ട് അറിയാം, അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. അപ്പോൾ അതൊരു ആദ്യം വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി RGB നമ്മുടെ ഫോർമാറ്റിലുള്ള ഒരു നിങ്ങളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഓരോ പിക്സൽ, അതിനെ പിക്ചർ എലമെന്റ് എന്നാണ് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. ആ പിക്ചർ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കളക്ട് ചെയ്ത് അത് ഇമേജിനെ നമ്മുടെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമുക്ക് പിന്നീട് സൂക്ഷിച്ചു വെക്കാനും പിന്നീട് നമുക്കത് വ്യൂ ചെയ്യാനും പറ്റുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ. അതിന്റെ പ്രൈമറി പാർട്ട്, അതായത് നമ്മുടെ ഇമേജ് ക്യാപ്ചറിങ് പാർട്ട് ട്രാൻസ്ഡ്യൂസർ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് സർ. സർ പ്ലീസ് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനർജി കൺട്രോളിംഗ് അതൊന്ന് ക്ലിയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതെ. ഓക്കെ. എനർജി കൺട്രോളിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രീ എനർജൈസ് ചെയ്യപ്പെട്ട ഈ ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇതിനെ നമ്മൾ എനർജൈസ് ഫുൾ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഇതിലേക്ക് ഈ വൈപ്പർ മൂവ്മെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യേണ്ടിയിരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ വൈപ്പർ മൂവ്മെന്റ് നിങ്ങൾ താഴേക്ക് പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലെസ് കറണ്ട് വിൽ ബി ഫ്ലോ ടു ദ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ലെസ് എനർജി വിൽ ഫ്ലോ ടു ദ ഔട്ട്പുട്ട്. ഈ വൈപ്പർ പൊസിഷൻ മുകളിലോട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ മെജോറിറ്റി പോർഷൻ ഓഫ് ദിസ് ഇൻപുട്ട് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഔട്ട്പുട്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെഷറാൻഡ് ബൈ കൺട്രോളിംഗ് ദ ഇൻപുട്ട് സപ്ലൈ വാട്ട് വി ഹാവ് സപ്ലൈഡ് ടു ദ ട്രാൻസ്ഡ്യൂസർ. ഉൽക്കർ സാർ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. കുട്ടികൾ അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഉൽക്കർ സാർ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, താങ്ക് യു ഷൈ സാർ.
ഓക്കെ, നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതെല്ലാം നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എല്ലാം ആക്ച്വലി നമുക്ക് അവന്റെ ട്രാൻസ്ഡ്യൂസറിന്റെ നോമൻക്ലേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ വാട്ട് ദ ട്രാൻസ്ഡ്യൂസർ ഗീവ്സ്. ട്രാൻസ്ഡ്യൂസർ, നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസർ എന്ത് ഔട്ട്പുട്ട് ഫോമിൽ സിഗ്നൽ തരുന്നു അതിന് ആ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. അപ്പൊ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനലോഗ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻടു ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. നിങ്ങൾ ഈ സെമസ്റ്ററിൽ തന്നെ അനലോഗ് സർക്യൂട്ട്സും ഡിജിറ്റൽ സർക്യൂട്ട്സും പഠിക്കും. അതിനു മുമ്പേ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. അനലോഗ് സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഇൻസിഡന്റ് ഓഫ് ടൈം എടുത്താലും അതിന് സം കണ്ടിന്യൂസ് വാല്യൂസ് ഓഫ് ടൈം, വാല്യൂസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് കാണും. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ വിൽ ബി അവർ റൂം ടെമ്പറേച്ചർ. നമ്മൾ ഇപ്പോൾ ഈ ഇൻസിഡന്റിൽ കടന്നു പോകുന്ന നമ്മുടെ റൂം ടെമ്പറേച്ചറിനെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, ഒരു തെർമോമീറ്റർ, ഗ്ലാസ് തെർമോമീറ്റർ, മെർക്കുറിയൻ ഗ്ലാസ് തെർമോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്ത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ ടേബിൾ ആയിട്ട് നോട്ട് ചെയ്യുക ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഈ കടന്നു പോകുന്ന ഓരോ ഇൻസിഡന്റ് 12:50 എത്ര ടെമ്പറേച്ചർ ഉണ്ട്, 12:51 എത്ര ടെമ്പറേച്ചർ ഉണ്ട്, 12:52 എത്ര ടെമ്പറേച്ചർ ഉണ്ട്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇന്റർവെൽസിൽ നമ്മൾ ഈ ഒരു പാരാമീറ്ററിനെ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും കിട്ടുക. അത് കൂടാം കുറയാം. ടെമ്പറേച്ചർ ഇപ്പൊ മഴ പെയ്യുകയാണെങ്കിൽ ഉടനെ ടെമ്പറേച്ചർ ഇപ്പൊ 32 ഡിഗ്രി ആണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ പോയിന്റ് കഴിയുന്നതോറും ഉച്ചയാകും തോറും ആ ടെമ്പറേച്ചർ കൂടി വരും. അപ്പൊ ഫോർ എവറി ഇൻസിഡന്റ് ഓഫ് ടൈം there will be a continuous value, അല്ലെങ്കിൽ ഓരോ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ആ സിഗ്നലിൽ കിട്ടും. അത്തരത്തിലുള്ള സിഗ്നലിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് വിളിക്കുക. ഓൺ ദ അതർ ഹാൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ദ ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാരാമീറ്ററിനെ മെഷർ ചെയ്യുവാണെങ്കിൽ എ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദ മെഷർമെന്റ് വാല്യൂ. സി നമ്മളൊരു ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് കണ്ടീഷൻ പോലെ, അതായത് നമ്മളൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ലൈറ്റ് ഓൺ ഓഫും ചെയ്താണ് നമ്മൾ ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പൾസുകൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നു, കുട്ടികൾ കയറി പോകുന്നതിനെ കൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഒരാളുണ്ട്, രണ്ടാമത്തെ ആള് വരുന്നു, ഇല്ല, മൂന്നാമത്തെ ആള് വന്നില്ലെങ്കിൽ 0. എ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് സം മെഷർ ആൻഡ് ദെൻ ദാറ്റ് ഈസ് കോൾഡ് എ ഡിജിറ്റൽ സിഗ്നൽ. അപ്പൊ അതിന് ഇങ്ങനെ കണ്ടിന്യൂസ് വാല്യൂസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് കാണൂല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ആണ് ഡിജിറ്റൽ മെഷറാൻഡിനെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള സിഗ്നലിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ട്രാൻസ്ഡ്യൂസർ അതിന്റെ ഔട്ട്പുട്ട് എന്ത് ഫോമിൽ തരുന്നുവോ അതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് അനലോഗ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അനലോഗ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻടു ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. അതിന്റെ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ റൂം ടെമ്പറേച്ചർ പറഞ്ഞു, അതിന്റെ ഒരു ട്രാൻസ്ഡ്യൂസറും കൂടെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു തെർമോകപ്പിൾ, ഈ ഡിവൈസുകളൊക്കെ നമ്മൾ ഇനി പഠിക്കും. തെർമോകപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അത് മില്ലി വോൾട്ടിൽ തരും. അതായത് ടെമ്പറേച്ചറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മില്ലി വോൾട്ട്, ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ മില്ലി വോൾട്ട് റേഞ്ച്, മില്ലി വോൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയും ടെമ്പറേച്ചർ ഫോൾ ചെയ്യുവാണെങ്കിൽ മില്ലി വോൾട്ടിന്റെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് തെർമോകപ്പിൾ. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി വോൾട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ഞാനിപ്പോ റൂം ടെമ്പറേച്ചറോ, അല്ലെങ്കിൽ ആക്ച്വലി തെർമോകപ്പിളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ബോയിലർ പ്ലാന്റുകളിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡുകൾ, ഗ്യാസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ട് ലിക്വിഡ്സ് ആവാം. അത്തരത്തിലുള്ള ലിക്വിഡ്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് നമ്മൾ തെർമോകപ്പിൾ, അല്ലാതെ റൂം ടെമ്പറേച്ചർ പോലുള്ള മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ജനറലൈസ്ഡ് പർപ്പസിന് നമ്മൾ തെർമോകപ്പിൾ യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് എ പ്യുവർ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ തെർമോകപ്പിളിന്റെ ഔട്ട്പുട്ട് നമ്മളൊരു മില്ലി വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യുവാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് എ കണ്ടിന്യൂസ് വാല്യൂസ് ഫോർ ഓൾ ഇന്റർവൽ ഓഫ് ടൈം. എല്ലാ ഇൻസിഡന്റുകളിലും അതൊരു വാല്യൂ നമുക്ക് കണ്ടിന്യൂസ്ലി തന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുക. തൊട്ടടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ്. നമുക്ക് ആ ട്രാൻസ്ഡ്യൂസറിന്റെ നെയിമിൽ നിന്ന് തന്നെ അതിന്റെ ഡെഫിനിഷൻ
നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ these transducers convert the input quantity into an electrical output which is in the form of pulses. A presence or absence of a signal indicates the measurement magnitude. ഏത് ക്വാണ്ടിറ്റി ആണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പൾസസിന്റെ ഫോമിൽ തരുവാണെങ്കിൽ we will call that transducer as a digital transducer. അതിനെ ഞാനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ ടാക്കോമീറ്റർ ആണ്. ഡിജിറ്റൽ ടാക്കോമീറ്ററിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കാം. ഒരു റൊട്ടേറ്റിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റലി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ടാക്കോമീറ്റർ എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ വർക്കിംഗ് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഒരു അറിവിലേക്കായിട്ട് പറയാം. വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് നിങ്ങൾക്ക് ഇതാ ഈ ലൈറ്റ് ലേസർ ബീം ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ മോട്ടറിന്റെ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിലേക്ക് നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കും, ഒരു പെയിന്റോ എന്തെങ്കിലും കൊണ്ട് ഒരു മാർക്കിംഗ് കൊടുക്കും. ആ മാർക്കിംഗ് അപ്പൊ നമ്മൾ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്പോട്ട് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പോയിന്റിലേക്ക് നമ്മൾ ഈ ടാക്കോമീറ്ററിന്റെ IR ബീം അല്ല IR ബീമിനെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ ഈ IR ബീം ഓരോ തവണയും ഈ പൾസ് അതിനെ കടന്നു പോകുമ്പോൾ കൗണ്ട് ചെയ്യും. അപ്പൊ ആ കൗണ്ട് ചെയ്യുന്നതും എടുക്കുന്ന ടൈമിന്റെയും കൂടെ റിലേഷനിൽ വെച്ചിട്ടാണ് അത് ആംഗുലാർ വെലോസിറ്റി RPM നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് പറയുന്നത്. സോ അപ്പൊ അത് അത് സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സ്പോട്ട് കടന്നു പോയോ ഇല്ലയോ, നമ്മുടെ ആ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആ സ്പോട്ട് നമ്മുടെ ലേസർ ബീമിനെ കടന്നു പോയോ ഇല്ലയോ. അപ്പൊ അത് ആ പൾസുകളെയാണ് കൗണ്ട് ചെയ്യുന്നത്. എത്ര ഒരു മിനിറ്റിൽ എത്ര പൾസുകൾ കൗണ്ട് ചെയ്ത് പോയി, അത് വെച്ചിട്ടാണ് ആ റൊട്ടേറ്റിംഗ് ബോഡിയുടെ സ്പീഡ് അത് ജഡ്ജ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള നമ്മളെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൊട്ടേറ്റിംഗ് ബോഡിയുടെ RPM മെഷർ ചെയ്യാൻ. നമുക്ക് വേറെ നമുക്ക് ഒരു നോൺ കോണ്ടാക്ട് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ എന്നും പറയാം നമുക്ക്. അതായത് നമ്മൾ ആ ട്രാൻസ്ഡ്യൂസറിനെ ആ റൊട്ടേറ്റിംഗ് ബോഡി ആയിട്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാറി നിന്ന് നമുക്ക് ഈ ഡിവൈസ് ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ആംഗുലാർ സ്പീഡ് റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ കാണിച്ചു തരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് ഡിജിറ്റൽ ടാക്കോമീറ്റർ. അപ്പൊ അതിന്റെ പ്രൈമറി എലമെന്റ് ആയ ആ ലേസർ ബീം അസംബ്ലി കൗണ്ട് ചെയ്യുന്നത് എന്തിനാണ്? ആ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദാറ്റ് സ്പോട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പൾസുകളാണ് അത് ജനറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാം ഈ ഡിജിറ്റൽ ടാക്കോമീറ്ററിന്റെ സെൻസിങ്, നമ്മുടെ പ്രൈമറി പാർട്ട്, ആ സെൻസിങ് പ്രൈമറി എലമെന്റ് പാർട്ട് വരുന്ന ഡിവൈസ് എന്ത് ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും? ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ പൾസ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. അപ്പൊ ഈ രണ്ട് ടൈപ്പ്, ഇതിനൊക്കെ വേറെ ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, കോണ്ടാക്ട് ടൈപ്പ് ആൻഡ് നോൺ കോണ്ടാക്ട് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അത് കഴിഞ്ഞ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അങ്ങനെ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ. ഓരോ പാരാമീറ്റർ, ഇപ്പൊ നമ്മൾ ഈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്തത്? അത് എന്ത് ഔട്ട്പുട്ട് സിഗ്നൽ തരുന്നു എന്നതിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ. ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്തത്? ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിന്റെ റിക്വയർമെന്റ് ഇല്ലയോ ഉണ്ടോ, അതിന്റെ ബേസിസിലാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഒരു ട്രാൻസ്ഡ്യൂസറിന്റെ അകത്ത് മൊത്തം വർക്കിങ്ങിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ ഒരു ടൈപ്പാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ, അനലോഗ് ആൻഡ് ഡിജിറ്റലും ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫിക്കേഷനെ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻസർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ. ഒരു സെൻസറും ട്രാൻസ്ഡ്യൂസറും നമുക്ക് കേൾക്കുമ്പോൾ ആ ടേംസ് വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ട് തോന്നാം. ഇത് രണ്ടും ഒന്നാണോ, അതോ ഈ സെൻസറും ട്രാൻസ്ഡ്യൂസറും ഡിഫറെന്റ് ആണോ? ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് സൗണ്ട്സ് ലൈക്ക് ദ സെയിം. ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനേഷൻ അറിഞ്ഞുകൂടായെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ടേംസ് പലപ്പോഴും നമ്മൾ ഇന്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറ്, മീൻസ് വൺ ആൻഡ് ദ സെയിം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു മെഷർമെന്റ് സിസ്റ്റത്തിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മുടെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ആണിത്. അതിലെ പ്രൈമറി എലമെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെഷറാൻഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത്. അപ്പൊ ആ പ്രൈമറി എലമെന്റില് നമ്മൾ എന്ത് എലമെന്റിനെയാണോ മെഷറാൻഡിനെയാണോ മെഷർ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന സെൻസിങ് എലമെന്റ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന എലമെന്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസർ എന്നുള്ള പറയുന്നത്.
So the first element in a measurement system which is directly coupled to the system under study. നമ്മൾ ഏത് മെഷറാൻറ്റിനെയാണോ അനലൈസ് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ഡയറക്ട്ലി കപ്പിൾഡ് ആയിട്ടുള്ള ദ ഫസ്റ്റ് എലമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജോലി എന്തായിരിക്കും? നമ്മളിപ്പോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലെ ആ ഫസ്റ്റ് എലമെന്റ്, ആ ഏത് ബോഡിയുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന എലമെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്, സെൻസർ വിളിക്കുന്നത്. അപ്പൊ അതെന്തുമായിരിക്കും സെൻസ് ചെയ്യുന്നത്? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അവിടെ ഉണ്ടോ ഇല്ലയോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് സെൻസ് ചെയ്യുന്നതാണ് എന്തിന്റെ, ഈ സെൻസറിന്റെ ജോലി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സിംപ്ലി ഒരു ഒറ്റ സെന്റൻസിൽ നമുക്ക് പറയാം, ദ സെൻസർ ഡിറ്റക്ട്സ് ദ മെഷറാൻഡ്. ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് സിംപ്ലി കൺവേർട്സ് എ ഫോം ഓഫ് എനർജി ഇൻറ്റു അനദർ ഫോം. ഒരു ഫോമിൽ ഇരിക്കുന്ന ഒരു എനർജിയെ വേറെ ഏതെങ്കിലും ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്താ ജനറലൈസ് ചെയ്ത് വിളിക്കുന്ന ട്രാൻസ്ഡ്യൂസർ. ഫോർ ദ സേക്ക് ഓഫ് യുവർ സിലബസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചാർട്ട് ഉപയോഗിച്ച് അതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഡെഫിനിഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് സെൻസസ് ദ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ദ സറൗണ്ടിങ് ആൻഡ് കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു എ റീഡബിൾ ക്വാണ്ടിറ്റി. രണ്ടാമത്തെ നമ്മൾ ട്രാൻസ്ഡ്യൂസറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. നമ്മൾ സെൻസറിന്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ സെൻസർ മാത്രമേ പ്രസന്റ് ചെയ്യുള്ളൂ. ട്രാൻസ്ഡ്യൂസറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സെൻസ് ചെയ്യുകയും വേണം, പിന്നെ അതൊരു യൂസബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണം. അപ്പൊ സെൻസറും ഒരു സിഗ്നൽ കണ്ടീഷനിങ് പാർട്ടും കൂടെ ചേർന്ന ഒരു ഡിവൈസ് നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം. ഇനി താഴെ പറയുന്ന ഫംഗ്ഷനും എക്സാമ്പിളും എല്ലാം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സെൻസർ എന്ന് നമ്മൾ പേര് ചേർത്ത് വിളിക്കുന്ന എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ബേസിസിലാണ് എഴുതിയിരിക്കുന്നത്. ഡിറ്റക്ട്സ് ദ ചേഞ്ചസ് ആൻഡ് ഇൻഡ്യൂസസ് ദ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അതായത് സെൻസർ ഒരു ഇൻപുട്ടിന്റെ ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയി തരുന്നു. ആക്ച്വലി അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയി ഫ്രം ദ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം. കാരണം നമ്മൾ ഏതെല്ലാം ട്രാൻസ്ഡ്യൂസേഴ്സിന് സെൻസർ എന്നുള്ള പേര് ചേർത്ത് നമ്മൾ വിളിക്കുന്നു, ഇതിന്റെ എല്ലാ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. അത് ആ ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യും, ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തന്നെ തരും, അത് ഇലക്ട്രിക്കൽ സിഗ്നൽ തരും. അപ്പൊ നമ്മൾ സെൻസർ എന്നുള്ള ടെക്നിക്കൽ ടേം ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റേഷൻ ഫീൽഡിൽ ഏതെല്ലാം സെൻസേഴ്സിനെ ഉപയോഗിക്കുന്നു, മെജോറിറ്റി 99% അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ സെൻസേഴ്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. അതേസമയം ട്രാൻസ്ഡ്യൂസർ അങ്ങനെ ആവണമെന്നില്ല. ഒരു ഫോം ഓഫ് എനർജിയിൽ ഇരിക്കുന്ന എനർജിയെ വേറെ ഏതെങ്കിലും ിലേക്ക് തരുന്നതായിരിക്കും. അത് നമ്മൾ ഇനി അങ്ങോട്ട് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ഒക്കെ പറയുമ്പോൾ നമുക്ക് നോക്കാം. ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത് ഒരു ഫോം ഓഫ് എനർജി ഇരിക്കുന്നത് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെൻസറിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. നമ്മൾ നേരത്തെ ആ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം നോക്കി. ആ ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഈ പ്രൈമറി എലമെന്റിൽ ഇൻപുട്ട് സിഗ്നലുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വരുന്ന ആ ട്രാൻസ്ഡ്യൂസർ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ട്രാൻസ്ഡ്യൂസറിന്റെ വേറെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതായത് അത് ഇത്രയും അർത്ഥമാക്കുന്നുള്ളൂ. നമ്മുടെ ഏത് മെഷറാൻഡിനെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വരുന്നത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. തൊട്ടടുത്ത് ആ സിഗ്നലിനെ യൂസബിൾ അല്ലെങ്കിൽ യൂസബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പൊ അത്തരത്തിൽ ഇൻപുട്ട് സിഗ്നലുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സെൻസറിനെ തന്നെ എന്തുമായിട്ട് വിളിക്കാം, പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വിളിക്കാം. അപ്പം ഇഫ് ദേ ആർ സെയിം, യെസ് ദേ ആർ സെയിം. സെൻസറിനെ നമുക്ക് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വിളിക്കാം. മോർ സ്പെസിഫിക്കലി നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷന്റെ ഒരു ചോദ്യം നമ്മുടെ സിലബസിൽ കിടക്കുന്നതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ജഡ്ജ്മെന്റ്സ് എല്ലാം ഉപയോഗിക്കാം. സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഏത് ഫിസിക്കൽ പാരാമീറ്ററിനെയാണ് മെഷർ ചെയ്യുന്നത് അവിടെ തന്നെ ഇരിക്കണം. അവിടെ ഇരിക്കുന്നതിനെ മാത്രമേ നമ്മൾ സെൻസർ എന്ന് വിളിക്കുള്ളൂ. ഇൻഡസ്ട്രിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 99% സെൻസേഴ്സ് അതിന്റെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഫോമിൽ തരും. അതുകൊണ്ട് നമുക്ക് പറയാം ഇങ്ങനെയുള്ള ഇൻപുട്ട് ക്വാണ്ടിറ്റി അത് സെൻസ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് തരുന്നു എന്ന് പറയാം. അതേസമയം ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേജുകളിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു സെൻസർ സെൻസ് ചെയ്ത സിഗ്നല് നമുക്ക് ഒരു യൂസബിൾ ഫോമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ യൂസബിൾ ഫോമിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഇന്റർമീഡിയറ്റ് ഡിവൈസിനെ നമ്മൾ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, അതിനെ ജനറലൈസ് ചെയ്ത് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. അപ്പൊ ഇൻ ഷോർട്ട് ഇവർ തങ്ങളിലുള്ള ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ്സുകൾ മെൻഷൻ ചെയ്യാം. ഫൈനലി എ സെൻസർ ക്യാൻ ബി കോൾഡ് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അതൊരു ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. ഒരു മെജോറിറ്റി ദേ ആക്ട് ആസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് പോവാം.
ഓക്കെ, നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കമ്പയർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. എന്താണ് ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ വ്യത്യാസം? അപ്പൊ ഇതും നമുക്ക് ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എല്ലാം പേരുകൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് അതിന്റെ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്ട് ദ മെഷറാൻഡ് ഇൻ ടു മെക്കാനിക്കൽ ഔട്ട്പുട്ട്. ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്ത് പാരാമീറ്ററിൽ കിട്ടണം നമുക്ക്? ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട്, ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടോ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടോ ഒരു ടിൽറ്റിംഗ് ആയിട്ടോ ഒക്കെ നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ എന്ത് വിളിക്കും? മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്കൊന്ന് നോക്കാം. അതുപോലെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവരുടെ തങ്ങളിലുള്ള ഒരു കമ്പാരിസൺ അപ്രോച്ചിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ 1-2 അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ദേ ആർ സിമ്പിൾ ആൻഡ് റഗഡ് ഇൻ കൺസ്ട്രക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാണ്? ഈ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു ബൈമെറ്റാലിക് തെർമോമീറ്റർ ആണ്. ബൈമെറ്റാലിക് തെർമോമീറ്റർ പറഞ്ഞാൽ നമ്മളെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ തെർമോമീറ്റർ ആണ് ബൈമെറ്റാലിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. 2 മെറ്റൽസിനെ ജോയിൻ ചെയ്ത് അതുവഴി നിർമ്മിച്ചെടുക്കുന്ന, അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അപ്പൊ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പില് ഇതിന്റെ നമ്മൾ പാർട്ടുകൾ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസംബിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് അവിടെ ഒരു ബൈമെറ്റൽ ആയിരിക്കും. ഈ ബൈമെറ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെന്റ് മെറ്റൽസ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ. 2 ഡിഫറെന്റ് മെറ്റൽസ് ആവുമ്പോൾ ഒരേ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല രണ്ടാമത്തെ മെറ്റൽ. ഫോർ എക്സാമ്പിൾ ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ സിൽവർ, അലുമിനിയം പോലുള്ള മെറ്റൽസ് വളരെ പെട്ടെന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. അതേസമയം ആ സ്ഥാനത്ത് സ്റ്റീലോ അതുപോലുള്ള നമ്മുടെ വേറെ മെറ്റൽസ് ആ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ മെറ്റൽസും ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും, ലീനിയർലി എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ആ ലീനിയർ എക്സ്പാൻഷന്റെ സമയത്ത് ഏത് മെറ്റലാണോ ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് അത് അത്ര എക്സ്പാൻഡ് ചെയ്യും. ഗോൾഡ്, സിൽവർ അതുപോലുള്ള മെറ്റൽസ് വളരെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും. അതേ സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്യത്തില്ല ബാക്കിയുള്ള, ഇപ്പൊ താഴോട്ട് വരുമ്പോൾ കോപ്പറോ അതുപോലുള്ളതൊന്നും അത്രയും സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഈ 2 മെറ്റൽസിനെ ചേർത്ത് വെച്ച് ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് ഒരു ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരേ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഈ 2 കൂടെ ചേർത്ത് വെച്ച് ആ ട്രാൻസ്ഡ്യൂസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡ്, സിൽവർ അതുപോലുള്ള ഹൈലി കണ്ടക്ടിങ് മെറ്റൽസിന്റെ പാർട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും. അതേസമയം അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന മെറ്റൽ അത്ര സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബൈമെറ്റൽ സ്ട്രിപ്പിന് ഒരു വളവുണ്ടാവും. ഇതാണ് നമ്മുടെ മെക്കാനിക്കൽ മൂവ്മെന്റ്. ഇത് ഉപയോഗിച്ച് ഇതിനെ വേറെ ഏതെങ്കിലും അറേഞ്ച്മെന്റ് ഉപയോഗിച്ച് ഒരു നീഡിലേക്ക് ആ റീഡിംഗ് വ്യത്യാസം കാണിക്കാൻ പറ്റിയാൽ നമ്മൾ എന്തിനാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിന്റെ തോതായിരിക്കും ആ റീഡിംഗ്. അപ്പൊ ഇതാണ് ആ ബൈമെറ്റൽ തെർമോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഡ്യൂസറിനെ നോക്കുവാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്? ആ ടിൽറ്റിങ് അല്ലെങ്കിൽ ആ ബാറ് വളഞ്ഞു പോവുക, ചൂടാകുമ്പോൾ ആ ബാറ് വളഞ്ഞു പോകുന്നത്, അതായത് ഹൈലി കണ്ടക്ടിങ് പാർട്ട് വളഞ്ഞു പോകുന്ന ആ പാർട്ട്, അതിന്റെ ആ ടിൽറ്റിങ്ങിനാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മെക്കാനിക്കൽ ഫോം ഓഫ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഡ്യൂസർ നമുക്ക് മെക്കാനിക്കൽ ഫോമിൽ തരുന്ന മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ വളരെ കുറച്ച് പാർട്സേ കാണുള്ളൂ. ആ മെക്കാനിക്കൽ നമ്മുടെ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്ന ബൈമെറ്റൽ സ്ട്രിപ്പിന്റെ പാർട്ട് പ്ലസ് ആ ടിൽറ്റിങ്ങിനെ നമുക്ക് റീഡിങ് കാണിക്കുന്ന ഈ ഡയലിലാണ് നമ്മളെ ടെമ്പറേച്ചർ റീഡിങ് കാണിക്കുക. ആ ടെമ്പറേച്ചർ റീഡിങ്ങിലേക്ക് ഡയലിലേക്ക് ഈ ടിൽറ്റിംഗ് മൂവ്മെന്റിനെ റൊട്ടേറ്റിംഗ് മൂവ്മെന്റ് ആക്കേണ്ട ഒരു ഗിയർ ആൻഡ് അറേഞ്ച്മെന്റ് അത്രയത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. ഇത്തരത്തില് ആ സെൻസിങ് എലമെന്റ് വെക്കുക, പിന്നെ ആ ടിൽറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ബെൻഡിങ് മോഷനെ റൊട്ടേറ്റിംഗ് മോഷൻ ആക്കുന്ന ഗിയർ അറേഞ്ച്മെന്റ്, ഇത്രയും അറേഞ്ച്മെന്റ് മാത്രം മതി. അപ്പൊ നമുക്ക് അതിന്റെ പറയാം, അതിന്റെ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളും ആണ്, റഗഡും ആണ്. മീൻസ് ദേ ആർ സ്ട്രോങ് ഇൻ കൺസ്ട്രക്ഷൻ. ഇത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി
എക്സ്റ്റേണൽ സപ്ലൈ. നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിനെ പറയും. 90% ഓഫ് ദ കാറ്റഗറി ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ പാസീവ് ടൈപ്പ്. അതായത് അവർക്ക് ഒരു എക്സ്റ്റേണൽ സപ്ലൈയുടെ ഹെൽപ്പോട് കൂടിയേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മളിപ്പോ പറഞ്ഞ ഈ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന് എന്ത് മാത്രം മതി, അതിന്റെ ഇൻപുട്ട് കൊടുത്താൽ മതി, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് അത് തന്നോളൂ. അല്ലാതെ നമ്മൾ അതിനെ ഓപ്പറേറ്റിങ്ങിനായിട്ട് വേറെ എക്സ്റ്റേണൽ എനർജി സോഴ്സിന്റെ ആവശ്യമില്ല. ബട്ട് നമ്മൾ ഇതിന്റെ ഒരു ഈ മൂവിങ് പാർട്സും ഇതുപോലുള്ള ഗിയർ അറേഞ്ച്മെന്റ്, വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ബോഡി എന്തെങ്കിലും വെയിറ്റ് ഉള്ള മെക്കാനിക്കൽ പാർട്സ് നമ്മളൊരു ട്രാൻസ്ഡ്യൂസറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞു. എന്തുവാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേറെ വേരീഡ് റേഞ്ചസ് ഓഫ് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന് ഔട്ട്പുട്ട് റെസ്പോൺസ് കാണിക്കാൻ പറ്റും. പല നേച്ചറിൽ അല്ലെങ്കിൽ പല ഫ്രീക്വൻസീസിലുള്ള നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് റെസ്പോൺസ് ആ ഒരു ട്രാൻസ്ഡ്യൂസറിന് തരാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ മൂവിങ് പാർട്സ് അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഏതൊരു ട്രാൻസ്ഡ്യൂസർ ആണെങ്കിലും മൂവിങ് പാർട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഫിസിക്കലി മൂവ് ചെയ്യപ്പെടേണ്ട പാർട്സ് ഉണ്ടെങ്കിൽ അതിന് കുറെ ഇനർഷ്യൽ ലോസ്, ഫ്രിക്ഷണൽ ലോസ് ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ലോസ് വന്നു കഴിഞ്ഞാൽ അത്തരം ഡിവൈസസിന്റെ എന്ത് ചെയ്യും, ഫ്രീക്വൻസി റെസ്പോൺസ് മോശമായി. അതുപോലെ ഇറ്റ് റിക്വയർസ് എ ലാർജ് ഫോഴ്സ് ടു ഓവർകം ദ ഫ്രിക്ഷൻ. എന്തെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സസ് പ്രസന്റ് ആവുകയാണെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് അതായത് നമ്മളൊരിപ്പോ ഒരു നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പൊ പറഞ്ഞ ഈ ബൈമെറ്റാലിക് തെർമോമീറ്റർ തന്നെ ഒരു ചെറിയ ഇൻക്രിമെന്റ് വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ചിലപ്പോൾ അതിന് സെൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഇപ്പൊ 32.2 ഡിഗ്രി അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും ആ ട്രാൻസ്ഡ്യൂസർ. കാരണം അത്രയും അതിന്റെ ഒരു ത്രെഷോൾഡ് വാല്യൂ മെഷർ ചെയ്യാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിന് കുറവായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഡയലിനെ എല്ലാം മൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇൻപുട്ട് വേരിയേഷൻ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ട്രാൻസ്ഡ്യൂസർ സെൻസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ലാർജ് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഇത് സെൻസ് ചെയ്യാത്തുള്ളൂ. ഇതിന്റെ വേറെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ നിങ്ങൾ ഇൻഡസ്ട്രികളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ പ്രോസസ് സ്റ്റേഷൻ, അതായത് നമ്മൾ ഒരു ബോയിലർ ആണെന്ന് വിചാരിച്ചോ, ഒരു ബോയിലർ പ്ലാന്റോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് ഒരു യൂണിറ്റ് ആയാലും അവിടെ അതിന്റെ കൺട്രോളിങ് എല്ലാം നമ്മൾ ചെയ്യുക. റിമോട്ട് സ്റ്റേഷൻ എന്നാണ് അതിനെ പറയുക. ആ റിമോട്ട് സ്റ്റേഷൻ ഈ പ്രോസസ്സ് നടക്കുന്നതിനോട് ചേർന്നായിരിക്കത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ആ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന എഞ്ചിനീയറും അവിടെ നിന്ന് മാറി അവർ വേറൊരു സ്റ്റേഷനിൽ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ അത്തരത്തില് നമ്മുടെ പ്രോസസ്സ് ഒരു സ്ഥലത്ത് നടക്കുന്നു, നമ്മൾ അവിടെ നിന്ന് സേഫ് ആയിട്ട് മാറി വേറൊരിടത്തിരുന്ന് ഇതിന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന അവസരത്തിൽ ഈ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇത്രയും ദൂരത്തേക്ക് നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇരുന്നാണോ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് അവിടത്തേക്ക് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. അപ്പൊ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ വെൻ റിമോട്ട് കൺട്രോൾ ഓർ ഇൻഡിക്കേഷൻ ഈസ് റിക്വയർഡ്. ദൂരെ ഇരുന്ന് നമ്മളെ പ്രോസസ് സ്റ്റേഷനിൽ നിന്ന് മാറിയിരുന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുകയോ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് കോമ്പാറ്റബിൾ അല്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, എങ്കിൽ പിന്നെ നമുക്ക് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഒഴിവാക്കിക്കൂടെ? പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം ഇത്തരത്തിലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന മെജോറിറ്റി ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും മെക്കാനിക്കൽ ടൈപ്പ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന, പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡൻ ട്യൂബിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ബോർഡൻ ട്യൂബ് എല്ലാം പ്രഷറിനെ സെൻസ് ചെയ്യുന്നതാണ്. നമുക്ക് അല്ലാതെ പ്രഷറിനെയൊക്കെ സെൻസ് ചെയ്യാൻ ബാക്കി ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, എങ്കിലും എഫക്റ്റീവ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോർഡൻ ട്യൂബും അത്തരത്തിലുള്ള ഡിവൈസാണ്. അതെല്ലാം മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. അതിന്റെ സെൻസർ പാർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. സോ സെൻസർ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. കാരണം ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെജോറിറ്റി ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഇതിനെയൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിനെ പ്രൈമറിലി പറ്റത്തുള്ളൂ. സോ അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കി നിർത്തി ഒരു അപ്രോച്ച് സാധ്യമല്ല. സോ നമ്മൾ അടുത്ത് നോക്കുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് ദാറ്റ് കൺവേർട്ട് ഫിസിക്കൽ, നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ പറയാം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മെഷറാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടിൽ തരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. നമുക്ക് നേരത്തെ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ പലതും ഇവിടത്തെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ അഡ്വാൻറ്റേജ് ആയി മാറും.
ഫ്രിക്ഷൻ എഫക്റ്റ്, മാസ് എനർഷ്യ എഫക്ട്സ് ഇതെല്ലാം റെഡ്യൂസ് ആവും. കാരണം ഇതിൽ മൂവിംഗ് പാർട്സുകൾ നമ്മൾ കുറവാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടറിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദീസ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ പാസീവ് ടൈപ്പ്. ഇതിനെല്ലാം ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈ കൊടുത്ത് മാത്രമേ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദീസ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ പാസീവ് ടൈപ്പ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയാലുള്ള ഗുണം നമുക്കറിയാം. ഇറ്റ് ക്യാൻ ബി ആംപ്ലിഫൈഡ്. അതായത് നമുക്ക് ഒരു വീക്ക് സിഗ്നൽ കിട്ടിയാൽ, നിങ്ങൾ എല്ലാവരും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പഠിച്ചോന്ന് അറിയത്തില്ല. ട്രാൻസിസ്റ്റർ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൽ ഇത്തവണ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ അതുപോലത്തെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്നൊരു കാറ്റഗറി തന്നെ ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ ട്രാൻസ്ഡ്യൂസേഴ്സ് എല്ലാം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത് മില്ലി വോൾട്ട് റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ BJT ആംപ്ലിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പാമ്പോ അല്ലെങ്കിൽ ഹയർ എൻഡ് സിമോസ് ആംപ്ലിഫയേഴ്സോ ഉപയോഗിച്ച് മാത്രമേ ഇത്രയും നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്നൊരു കാറ്റഗറി തന്നെ ഉണ്ട്. ഡെഫിനിഷൻ കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വീക്ക് സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ കഴിവുള്ള ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ആംപ്ലിഫയേഴ്സ് ഉപയോഗിച്ച് ഈ കിട്ടുന്ന ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് വലിയ സിഗ്നൽ ആക്കി പ്രോസസ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഇൻഡിക്കേറ്റ് ചെയ്യാനോ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഇങ്ങനെ ഒരു ആംപ്ലിഫൈ ചെയ്ത് ഒരു സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം. നമ്മുടെ പ്രോസസ് സ്റ്റേഷൻ ദൂരെ ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ റിമോട്ട്ലി വേറെ ഒരിടത്തിരുന്ന് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക്കൽ സിഗ്നലിനെ സെൻസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ട്രാൻസ്മിഷൻ വയേഴ്സ്, നമുക്ക് ടെലിമെട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുകൾ ഹയർ എൻഡ് സെമസ്റ്റേഴ്സിൽ പഠിക്കാറുണ്ട്. നമുക്ക് ഒരു വയേഴ്സ് ഉപയോഗിച്ച്, ട്രാൻസ്മിഷൻ ലൈൻസ് ഉപയോഗിച്ച് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇതിനെ പ്രോസസ് ചെയ്യുകയോ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടോ മോണിറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാം, എല്ലാ തരത്തിലും ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ബെസ്റ്റ് ആണോ? അല്ല. ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന് അതിൻ്റെതായ ഡെഫിഷ്യൻസീസും ഉണ്ട്. ഇറ്റ് ഈസ് ലെസ് റിലയബിൾ കമ്പയർഡ് ടു മെക്കാനിക്കൽ ടൈപ്പ്. അങ്ങനെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള ഇലക്ട്രോണിക്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നോക്കൂ, മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പാർട്ടുകളും മെക്കാനിക്കൽ പാർട്ടാണ്. ഇതൊന്ന് വീഴുകയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഡാമേജ് വരുന്ന എന്തെങ്കിലും ഈ ട്രാൻസ്ഡ്യൂസറിന് സംഭവിച്ചാൽ മാത്രമേ ഇത് ഇൻഡിക്കേഷൻ തരാതിരിക്കൂ. അൺലെസ് അതർവൈസ് അതിനെ നമ്മളൊരു സ്റ്റാറ്റിക് മെഷർമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് സ്ഥലത്ത് വെച്ച് ഇത് മെഷർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ ഡാമേജ് മേ ബി ഫ്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ ടയർ ഉണ്ടാവാം, അല്ലാത്ത ഡാമേജുകളൊന്നും ഇതിന് വരത്തില്ല. അതേസമയം ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ നിങ്ങൾ വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിനൊരു എക്സാമ്പിളും കൂടെ എടുത്തിട്ട് ഈ 2 പോയിന്റ്സ് ഒന്ന് ക്ലിയർ ചെയ്യാം. അത് നോക്കൂ, നമ്മൾ RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ നമ്മൾ പഠിക്കും അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനെ പറ്റി. ഇതും ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മെറ്റൽസിനും ഒരു പ്രത്യേകതയുണ്ട്. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് RTD എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അപ്പൊ ഇത്തരത്തില് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യും. ടെമ്പറേച്ചർ അനുസരിച്ച് ഈ എലമെന്റ് എന്ത് കഴിഞ്ഞാൽ ഇതിന്റെ 2 എൻഡ്സിലെ റെസിസ്റ്റൻസിനെ അങ്ങ് വേരി ചെയ്യും. അപ്പൊ അത്തരത്തിൽ വേരി ചെയ്യുന്ന റെസിസ്റ്റൻസിന് ഏതെങ്കിലും ഒരു സർക്യൂട്ടറി ഉപയോഗിച്ച് നമുക്ക് വേണ്ടുന്ന ഒരു ഡിസ്പ്ലേ, അതായത് ഡിജിറ്റൽ റീഡ് ഔട്ട് ആയിട്ടോ ഒരു പോയിന്ററിന്റെ മൂവ്മെന്റോ ആയിട്ട് മാറ്റാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെയുള്ളൊരു ട്രാൻസ്ഡ്യൂസർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഡ്യൂസർ ഒരു ഔട്ട്പുട്ട് തരും, അത് റെസിസ്റ്റൻസ് ചേഞ്ച് ആണ്. നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ഫോമിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് സർക്യൂട്ടറിയുടെ ഒക്കെ ആവശ്യം വേണ്ടി വരും. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ബിക്കെയിംസ് ദ ട്രാൻസ്ഡ്യൂസർ ബിക്കം മോർ കോംപ്ലക്സ്. ട്രാൻസ്ഡ്യൂസർ കോംപ്ലക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാറുന്ന ഒരു ട്രാൻസ്ഡ്യൂസറിന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്ററിന്റെ ഇലക്ട്രിക്കൽ കമ്പോണന്റിന്റെ ഡാമേജോ അല്ലെങ്കിൽ ഇവിടുത്തെ ലിങ്കേജോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ നമുക്ക് ഔട്ട്പുട്ട് തരത്തില്ല. അതേസമയം മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ പറഞ്ഞാൽ മോസ്റ്റ്ലി അതൊരു സിംഗിൾ യൂണിറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് അത് വീഴുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജ് വന്നാലേ അത് ഔട്ട്പുട്ട് തരാതിരിക്കും. ഇതിന്റെ അകത്ത് അങ്ങനെയല്ല, മെക്കാനിക്കൽ പാർട്ടിലും ആവാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാർട്ടിലും ആവാം. ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് പവർ സപ്ലൈ നോയ്സസ് ഒക്കെ കൊണ്ട് എല്ലാം നമുക്ക് അതിന്റെ റീഡിങ്ങിൽ വ്യത്യാസം വരും. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിലുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സെയിം ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടി തന്നെ ബൈമെറ്റാലിക്കിനെ യൂസ് ചെയ്യണോ? നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിനായ ബൈമെറ്റാലിക്കിനെ യൂസ് ചെയ്യണോ അതോ തെർമോകപ്പിളിനെ യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് റിലയബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് പറയാം നമ്മൾ ഏതിനെ ഉപയോഗിക്കണം, മെക്കാനിക്കൽ ടൈപ്പ് തന്നെ ഉപയോഗിക്കണം. കാരണം ഇതിന്റെ അത് ഇത്രയും അസോസിയേറ്റഡ് സർക്യൂട്ടറിയും ട്രാൻസ്ഡ്യൂസറും ഈ ലിങ്കേജസും എല്ലാം വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാം,
ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഫെയിലിയർ നമ്മളെ മൊത്തം റീഡിങ്ങിനെ ബാധിക്കാം. അപ്പൊ നമുക്ക് റിലയബിലിറ്റിയുടെ കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ടൈപ്പ് ആണ് ബെസ്റ്റ്, ഇലക്ട്രിക്കലിന് അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം. പിന്നെ ഇങ്ങനെ ട്രാൻസ്ഡ്യൂസർ, ഇതാ നമ്മൾ ഈ കാണിക്കുന്ന ട്രാൻസ്ഡ്യൂസർ പ്ലസ് അസോസിയേറ്റ് സർക്യൂട്ടറി, പിന്നെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള അതർ ഡിവൈസസ്, ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ബിക്കം മോർ കോസ്റ്റ്ലിയർ, അതിന്റെ കോസ്റ്റ് കൂടും. ഓക്കെ, ഇത്രയാണ് ഞാൻ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഇത്രയാവുമ്പോൾ നമ്മുടെ ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആവും. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം സെഷനെ മൊത്തത്തില്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ട്രാൻസ്ഡ്യൂസർ, വാട്ട് ഈസ് മെൻ ബൈ എ ട്രാൻസ്ഡ്യൂസർ, വാട്ട് ഈസ് ഇറ്റ്സ് ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ. ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. നമുക്ക് ഒരു ഈ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആക്റ്റീവ്, പാസീവ് ആൻഡ് അനലോഗ്, ഡിജിറ്റൽ മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ അത് ഏത് പാരാമീറ്ററിനെ എടുത്ത് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആക്റ്റീവ് പാസീവ് ആണെങ്കിൽ whether it requires an external energy source for its operation. If it is required, then it is passive. Unless otherwise, നമുക്ക് external source ഒന്നും വേണ്ട, ഒരു സിംഗിൾ ആയിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇരുന്നതിനെ ട്രാൻസ്ഡ്യൂസറിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. പിന്നെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ വാട്ട് ദ ട്രാൻസ്ഡ്യൂസർ പ്രൊവൈഡ്. നമുക്ക് എന്ത് ഔട്ട്പുട്ട് സിഗ്നൽ ആണോ ട്രാൻസ്ഡ്യൂസർ തരുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു സെഷൻ ആണ് സെൻസർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. അതെന്തുവായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തത്? സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൈമർലി സെൻസസ് വാട്ട് ദ മെഷറാൻഡ് ഈസ്. നമ്മളെ മെഷറാൻഡ് എന്താണോ അതുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിട്ട് പ്രൈമർലി ആയിട്ട് ആ എന്ത് ഇൻപുട്ട് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത് അതിനെ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന? സെൻസർ. ഇൻസ്ട്രുമെന്റിന്റെ പാർട്ടിനെയാണ് സെൻസർ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഡ്യൂസറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ചാർട്ട് ഞാൻ പറഞ്ഞു. അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്തു സെൻസർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ വിച്ച് ക്യാൻ ബി കൺസിഡർ ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. നമ്മുടെ ഒരു പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് നമുക്ക് അതിനെ വിളിക്കാം. ലാസ്റ്റ് സെഷൻ വന്ന് നമ്മൾ കമ്പയർ ചെയ്തത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. അത് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിന്റെ ഓരോ ആ രണ്ട് ട്രാൻസ്ഡ്യൂസറിന്റെ, ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് വന്നു. നിങ്ങൾക്കുള്ളൊരു അസൈൻമെന്റോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയോ ആയിട്ട് ആ പറഞ്ഞ അത്രയും കാര്യങ്ങൾ രണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അവർ തങ്ങളിലുള്ള ഒരു കമ്പാരിസൺ പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഗൂസ് കുറച്ച് തരാം. നമുക്കറിയാം എന്തുവാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള പ്രൈമറി ആയിട്ടുള്ള വ്യത്യാസം പറയുന്നത്. ഒന്ന്, ഔട്ട്പുട്ട് സിഗ്നൽ എന്ത് ഫോമിൽ തരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഏതാണ് സിമ്പിൾ, ഏതാണ് കോംപ്ലക്സ്, ഏതാണ് റിലയബിൾ, ഏതാണ് റിലയബിൾ അല്ലാത്ത, ഏതിന്റെ റെസ്പോൺസ് ആണ്, ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ബെറ്റർ, ഏതിനാണ് സിഗ്നൽ നമുക്ക് ഒരു റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ റിമോട്ട് മോണിറ്ററിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ ഏത് ട്രാൻസ്ഡ്യൂസറിനെയാണ് ഉപയോഗിക്കേണ്ടി വരിക? ഇലക്ട്രിക്കൽ ഉപയോഗിക്കണോ, മെക്കാനിക്കൽ ഉപയോഗിക്കണോ? ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ്, കോസ്റ്റ് ഏതിനാണ് കൂടുതൽ, ഏതിനാണ് കോസ്റ്റ് കുറവ്? ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന്റെ ഒരു കമ്പാരിസൺ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചോദിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. ട്രാൻസ്ഡ്യൂസർ, അതിന്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ, ട്രാൻസ്ഡ്യൂസറും സെൻസറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, കമ്പയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ വിത്ത് ഫിസിക്കൽ എക്സാമ്പിൾ. അപ്പൊ ഫിസിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിന് പറഞ്ഞത് ബൈമെറ്റാലിക് തെർമോമീറ്റർ ആണ്. ഇലക്ട്രിക്കലിന് ഞാൻ പറഞ്ഞത് RTD ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫിസിക്കൽ എക്സാമ്പിൾസും കൂടെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കമ്പാരിസൺ ചാർട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സെഷൻസിന്റെ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സെഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷൈ സാർ? കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട് സാർ, 3 ഡൗട്ട് വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ സിഗ്നൽ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ. ആക്ച്വലി ഈ സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉണ്ട്. ഞാൻ അതിനെ എങ്ങനെ പറയാം? എ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സർട്ടൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്.
ഒരു +5 വോൾട്ട് അല്ലെങ്കിൽ ഒരു +7 വോൾട്ട് നിങ്ങൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. അവിടെ നമ്മളൊരു പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നലിനെ നമ്മൾ എന്തെങ്കിലും മെഷർമെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് വിളിക്കാം. നമ്മൾ അതിനെ ലോജിക്കലി 1 and 0 എന്ന് വിളിക്കും. പ്രസൻസിനെ നമ്മൾ 1 എന്ന് പറയും, 0നെ നമ്മൾ ആബ്സെൻസ് ഓഫ് സിഗ്നൽ എന്ന് പറയും. ലോജിക്കൽ 0 ആൻഡ് ലോജിക്കൽ 1. ഇതൊരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഡിജിറ്റൽ ടാക്കോമീറ്ററിൽ തന്നെ ഈ സ്പോട്ട്, ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ സ്പോട്ട് നമ്മുടെ ലേസർ ബീമിനെ കട്ട് ചെയ്യുമ്പോഴെല്ലാം ഇതൊരു പൾസ് ജനറേറ്റ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ പൾസ്. സേ ഒരു 3 മില്ലി വോൾട്ട് അല്ലെങ്കിൽ ഒരു 3 വോൾട്ട്, ഒരു 3 മില്ലി വോൾട്ട് അത് ജനറേറ്റ് ചെയ്യുന്നത്. 3 മില്ലി വോൾട്ട് വന്നാൽ അത് പറയും ആ ഷാഫ്റ്റ് ഒരു തവണ നമ്മളെ കറങ്ങി. അടുത്ത് വീണ്ടും ഒരു 3 മില്ലി വോൾട്ട് വന്നാൽ ഈ ഷാഫ്റ്റ് രണ്ടാമത്തെ തവണ നമ്മളെ ലേസർ ബീമിനെ കട്ട് ചെയ്തു. വീണ്ടും ഒരു 3 മില്ലി വോൾട്ട് വന്നു പോയാൽ മൂന്നാമത്തെ റൊട്ടേഷൻ ചെയ്തു. അപ്പൊ അത്തരത്തിൽ ആ 3 മില്ലി വോൾട്ടിന്റെ പ്രസൻസിനെയാണ് അത് സെഗ്മെന്റ് ചെയ്യുന്നത്. ആ 3 മില്ലി വോൾട്ടിനെ നമുക്ക് ഒരു ലോജിക്കൽ ഉണ്ടെന്ന് വിളിക്കാം, എ പ്രസൻസ്. അപ്പൊ അത്തരത്തില് ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ വോൾട്ടേജിനെ നമ്മളൊരു പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മെഷറാൻഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ സിഗ്നലിന് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയും. പിന്നെ ചോദിച്ചിരിക്കുന്നത് സെൻസർ ഈസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഡ്യൂസർ, അതായത് സെൻസർ ഒരു ട്രാൻസ്ഡ്യൂസറിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ ഏതൊരു ട്രാൻസ്ഡ്യൂസർ എടുത്താലും ആ ട്രാൻസ്ഡ്യൂസർ ഏതെങ്കിലും ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു മെഷറാൻഡിനെ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കൺവേർഷന് വേണ്ടി ഉപയോഗിച്ചാലും അതിന്റെ പ്രൈമറി പാർട്ട് എന്ന് പറയുന്നത് ആ മെഷറാൻഡിനെ സെൻസ് ചെയ്യണം. സോ നമുക്ക് ട്രാൻസ്ഡ്യൂസറിന് ഇങ്ങനെ പറയാം, എ സെൻസർ പ്ലസ് സം സോർട്ട് ഓഫ് സിഗ്നൽ കണ്ടീഷനിങ്. ഒരു ട്രാൻസ്ഡ്യൂസറിന്റെ പാർട്ട് തന്നെയാണ്, പ്രൈമറി പാർട്ട് തന്നെയാണ് സെൻസർ എന്ന് പറയുന്നത്. അവസാനമായി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ, അതിൽ ട്രാൻസ്ഡ്യൂസർ അതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പല സ്മാർട്ട് ഫോൺസും നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഒരു ടിൽറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ മൊബൈലിനെ ചരിച്ചു പിടിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് വരത്തില്ല. അതിന് വേണ്ടിയിട്ട് അതിന്റെ അകത്ത് ഒരു മോഷൻ സെൻസർ ഉപയോഗിക്കുന്നുണ്ട്. ലോട്ട് ഓഫ് സെൻസേഴ്സ് ആർ യൂസിങ് ഇൻ ദ മൊബൈൽ ഫോൺസ് നൗഎഡേയ്സ്. ഇത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഒരു ബോർഡ് ആൻഡ് ട്യൂബിന്റെ ഒരു ക്വസ്റ്റ്യൻ പാസ് ചെയ്തു പോയല്ലോ സാറേ. വെദർ ബോർഡ് ആൻഡ് ട്യൂബ് ക്യാൻ ബി ആൻസർ ചെയ്തിട്ടുണ്ട്. ബോർഡ് ആൻഡ് ട്യൂബ് മെക്കാനിക്കൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വേറെ സെഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് സമ്മറി പേജ് ഒന്നും കൂടെ നോക്കിയിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളെ സെഷൻ സമ്മറൈസ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ട്രാൻസ്ഡ്യൂസർ ഇത് നമ്മുടെ ബേസിക് പേപ്പറാണ്. ഇനി നിങ്ങൾ അടുത്ത സെമസ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റ്സ് ആയാലും പ്രോസസ് കൺട്രോളിലായാലും എല്ലാം നമ്മുടെ ഈ ട്രാൻസ്ഡ്യൂസർ എവിടെയെങ്കിലും ഒക്കെ പ്രസന്റ് ആയിരിക്കും. ഈ ട്രാൻസ്ഡ്യൂസർ ഇല്ലാതെ ഇനി ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു പഠനം നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഏതൊരു കോഴ്സ് എടുത്താലും മേ ബി ഇന്റർ ഡിസിപ്ലിനറി പേപ്പറുകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കത്തില്ലായിരിക്കും. ഒരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളെ ഫീൽഡിൽ പോയാലും നാളെ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോയാലും എവിടെ പോയാലും ഈ ഒരു ട്രാൻസ്ഡ്യൂസേഴ്സും ആയിട്ടുള്ള ഒരു ക്ലോസ് കോണ്ടാക്ട് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ എന്തുവാണെന്ന് അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഡ്യൂസർ ആക്റ്റീവ് ആണോ പാസീവ് ആണോ, ഇതൊക്കെ ഒരു ജനറലൈസ് ഐഡിയ ആണ്. ഈ സെൻസർ ട്രാൻസ്ഡ്യൂസർ തമ്മിലുള്ള വ്യത്യാസത്തിൽ വേറെ പല ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യുമ്പം അഡീഷണൽ പോയിന്റ്സും കിട്ടാറുണ്ട്. നമ്മൾ ഈ സെൻസർ നിങ്ങൾ ഈ കണ്ടില്ലേ, പ്രോക്സിമിറ്റി സെൻസർ, മാഗ്നറ്റിക് സെൻസർ, ആക്സലറോമീറ്റർ സെൻസർ, ലൈറ്റ് സെൻസർ, ഇതെല്ലാം മെജോറിറ്റി ദീസ് ആർ നോൺ കോണ്ടാക്റ്റീവ് ടൈപ്പ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മെഷറാൻഡിനെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ ഇത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ, ഇപ്പൊ ലൈറ്റ് സെൻസർ ഇങ്ങനെയൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് ആ നമ്മൾ എന്തിനാണോ മെഷർ ചെയ്യുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു തരത്തിലും ഒരുപാട് ലോഡ് ചെയ്യത്തില്ല. അതിൽ നിന്ന് വളരെ ഒരു മേ ബി ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഡ്രോ ചെയ്തുകൊണ്ടായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് തരിക. അപ്പൊ അത്തരത്തില് സെൻസറിനെയും ട്രാൻസ്ഡ്യൂസറിനെയും പറ്റി പറയുന്നുണ്ട്. ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ത് മെഷറാൻഡിനെയാണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒത്തിരി പവർ ഡ്രോ ചെയ്യുന്നു. സെൻസർ അത്രത്തോളം എനർജി ഡ്രോ ചെയ്യുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെയും കൂടെ ബേസിസിലാണ് പറയുന്നത്. ഓക്കെ ഷൈജി സാർ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. I think the session is over. Okay, thank you.